എന്താ വേണ്ടേ? എത്ര വെള്ളി പോയിട്ട്? എന്തിനാ കൊടുത്തേ? എന്നിട്ട് എന്തായി? കർമ്മല്ലേ? ആ കർമ്മല്ലേ? ഇത് വായിച്ചു നോക്കി കടലാസുണ്ടൊക്കെ അറിഞ്ഞിട്ടാണോ കൊടുത്തെന്ന ചോദ്യം. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. മനസ്സിലായില്ല? 6 കടന്ന് പോവാനായാലും ശരി, ഈ സ്ഥാനത്ത് അധികാരികളുടെ മുഖാന്തരം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന കർമ്മം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ വരും. അവര് വരുമ്പോ ആ കടലാസുണ്ട് സത്യമുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഏത് ദേശത്തിന്റെ ആയാലും. മനസ്സിലായില്ല ഉണ്ണിയെ? ഞാൻ ഉണ്ണിനെ പഴി പറഞ്ഞതല്ലാന്ന്. നിന്റെ വെള്ളി പോയപ്പോ അത് എന്നോട് സങ്കടം പറഞ്ഞപ്പോ 1-2 വെള്ളില്ല, 4 വെള്ളി അല്ലേ? അത് പോയത് എന്നെ ഞാൻ വാങ്ങിച്ചു തരും, അതല്ല ചോദ്യം. ആ 4 വെള്ളി പോയി അന്ന് തൊട്ട് ഈ നേരം വരെ സങ്കടല്ലേ? എന്നാലും കർമ്മം ഞാൻ വേറെ ഒരെണ്ണം തരപ്പെടുത്തി ചാടിച്ചു തന്നു. അപ്പൊ ഇത്രയും ഈ ഭൂമി മലയാളത്തിലെ ഏത് ദേശത്തെ ആണെങ്കിലും ശരി, അതിന്റെ കടലാസുണ്ടുകളെ പരിശോധിക്കാനും അറിയാനും അതിന്റെ കർമ്മസ്ഥാനം എത്ര വെള്ളി കിട്ടുന്നു, ആ സ്ഥാപനം എങ്കിലൊക്കെ എത്ര കാലമായി പ്രവർത്തിക്കുന്നു, ഇതൊക്കെ അറിയാൻ പറ്റിയൊരു മാർഗം ഉണ്ടായിട്ട് നിന്റെ ഉണ്ണി ഇങ്ങനെ ആ ചതിരി എന്ന് പെട്ടേന്നാ ചോദ്യം. ഇത് നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഉണ്ണിയല്ല. മനസ്സിലായില്ല? നല്ല ചിന്തയും അതിനേറെ അപ്പുറത്ത് ഇന്നതുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു മണ്ടയുള്ള ഉണ്ണി എന്റെ ഉണ്ണി. എന്നിട്ട് എങ്ങനെ പറ്റിയേ? സങ്കടപ്പെടണ്ട, ഞാൻ പറയുന്നത് പറയണ്ടേ? മറ്റുള്ള ഉണ്ണികളെ പോലെയുള്ള നാ ഉണ്ണിക്ക് ഇത്തിരി മണ്ട കൂടുതലാണ്. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. അതായത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഗ്രഹിക്കുന്ന ഒരു ഉണ്ണിയാ. എന്തിനും 1 വട്ടം 2 വട്ടം ചിന്തിക്കുന്നതാ. നീ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ അത് 2-3 വട്ടം നോക്കിട്ടോ. മനസ്സിലായില്ലേ? ഇത് എണ്ണം കൊണ്ടുവന്ന് വെച്ചാൽ അത് ആകെ അങ്ങ് നോക്കും. നീ എന്താ കൊണ്ടുവന്ന് വെച്ചോടത്തെ? നീ എന്തെങ്കിലും വിഷം കൊടുക്കൂ? അങ്ങനെ മണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഉണ്ണി എങ്ങനെയാ ഈ കുഴിയിൽ വീണാന്നാ ചോദ്യമുള്ളൂ. മനസ്സിലായില്ല? മനസ്സിലായ? നിന്റെ ഭവനത്തിൽ നിന്റെ ഉണ്ണി ചെയ്യുന്ന പ്രവർത്തനം ഞാൻ പറഞ്ഞു. എനിക്ക് ഒരു വസ്തു കൊണ്ടുകൊടുത്താലും ഉണ്ണി തിരിച്ചും മറിച്ചൊക്കെ നോക്കും. അത്രേ പറഞ്ഞുള്ളൂ. അതായത് ഒരു അന്നായാലും ശരി, ആ പാത്രം എങ്ങനെയുണ്ട്, വെടുപ്പുണ്ടാ, ഇതെങ്ങനെ ഉണ്ടാക്കിയ, ഇത് കരിഞ്ഞിട്ടുണ്ടാ, ഇതിനകത്ത് ചേരുവകളൊക്കെ ഉണ്ടാ എന്ന് നോക്കിയിട്ട് ഭക്ഷിക്കുന്ന ഉണ്ണി ഈ കടലാസ് കൊണ്ട് കണ്ടപ്പോ എന്തേ അതിൽ വീണ് പോയേന്നാ ചോദ്യമുള്ളൂ എനിക്ക്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഉണ്ണി, നല്ല ബുദ്ധിയുള്ള ഉണ്ണി, ഈ ആ സ്ഥാപനത്തിന്റെ പേരും കൊടുത്തുണ്ണിയുടെ പേരൊക്കെ എഴുതി വയ്ക്കാൻ പറയും. 1 വെള്ളി എനിക്ക് തരണം, 3 വെള്ളി ഉണ്ണി എടുത്തോ. മനസ്സിലായില്ല? ആ 4 പോയെന്ന് വെച്ചല്ലേ? കൊടുത്തുണ്ണിയുടെ പേര്, സ്ഥാപനത്തിന്റെ പേര്, കൊടുത്ത തീയതി, ഉണ്ണിയുടെ നാമോദയം, നക്ഷത്രം, എന്റെ പേര് എഴുതി വെച്ചോ. 3 ഉണ്ണി എടുത്തോ, 1 എനിക്ക് തരണം. അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങളുടെയാണ്, അതൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല.